എല്ലാവർക്കും നമസ്കാരം. യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെല്ലാം ഇക്കയുടെ സാധനങ്ങളാണല്ലോ എന്ന്. അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിയത്. ഓക്കെ, എന്നാൽ ഞങ്ങൾ ഇക്കയിൽ നിന്ന് മേടിച്ച അധികം വിലയില്ലാത്തതും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഇക്കയിലാണ്. എല്ലാവർക്കും ഒരു ഇക്ക ഷോപ്പിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചുമ്മാ ഇങ്ങനെ ചതയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് എത്ര രൂപയാണ്? 10 യൂറോ. ഇതിന് 10 യൂറോ, ഇതിനും 10 യൂറോ, 20 യൂറോ രണ്ടും കൂടെ. പക്ഷെ കൊള്ളാം. ഇക്കയിൽ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമുള്ളത് ഈ പെൻസിലാണ്. അത് എത്ര വേണേലും എടുക്കാം, ആരും ഒന്നും ചോദിക്കത്തില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ്, എന്നാലും നമുക്ക് എടുക്കാമല്ലോ. ഈ സോഫയുടെ പ്രത്യേകം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതിങ്ങനെ സോഫയായിട്ട് ഇരിക്കാം, അതല്ല നമുക്കിതിനിങ്ങനെ ബെഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ബെഡ് ഇടുക, സുഖമായിട്ട് കിടക്കാം. ചോറുണ്ടേ ഉള്ളൂ, ചിലപ്പോൾ ഉറക്കം വരും കിടന്നു കഴിഞ്ഞാൽ. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊന്നും ഒരു കളറേ ഉള്ളൂ ഇതിന്. ഓക്കെ ഓക്കെ, ശരി. ഇപ്പോൾ ഒരു കളർ മാറ്റി. നമ്മുടെ കിച്ചൺ മേടിച്ച് വെക്കുകയെന്നാണ്. അത് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഞാൻ കാണിച്ചു തരാം ആ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതുണ്ട്, ഈ സിങ്കാണ് നമ്മൾ മേടിച്ചത് നമ്മുടെ കിച്ചണ് വേണ്ടി. വൈറ്റ് കളറിൽ കാണാൻ ലുക്കാണ്, പക്ഷേ മെയിൻ്റനൻസ് കുറച്ച് പാടാണ്. നമ്മളെപ്പോഴും കഴുകി നമ്മുടെ അതെ അതെ. ഇവിടുത്തെ മിക്ക വീടുകളും ഡിസൈൻ ചെയ്യുന്നത് അവരുടെ ലിവിങ് റൂമിനോട് ചേർന്നായിരിക്കും കിച്ചൺ. എന്നിട്ട് ലിവിങ് റൂമിൽ ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടായിരിക്കും ആൾക്കാർ കഴിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി നമുക്ക് ലിവിങ് റൂമിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിലത്തെ കിച്ചണിൻ്റെ ഈ സെയിം മോഡലാണ്. നമുക്ക് ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലത്തെ ഷെൽഫും ഒക്കെയാണ്. ഇത് പ്രസ്സിങ് അല്ലേ? ഇത് പ്രസ്സിങ്. നമുക്ക് പക്ഷേ ഇങ്ങനെ ഇതുള്ളതാ, എന്താ ഹാൻഡിലുള്ളതാണ്. ഇത് മറ്റേ അവിടെ കാണിച്ച പോലത്തെ ആ സിങ്ക്, വൈറ്റ് കളറിലെ സിങ്ക്. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ഡിഷ് വാഷർ ഇരിക്കുന്നത് സെയിം പൊസിഷൻ തന്നെയാണ്. പൊസിഷൻ സെയിം തന്നെയാണ്. നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഡിഷ് വാഷർ. പിന്നെ നമ്മുടെ സ്റ്റൗ ഇവിടെയായിട്ട് നമ്മുടെ ഓവനാണ് വരുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ലൈറ്റൊന്നുമില്ല കേട്ടോ, പിടിപ്പിക്കാം. ഇത് ഇക്കയുടെ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ കിച്ചൺ വാങ്ങിക്കുന്നതിന് മുന്നേ ഈ സോഫ്റ്റ്വെയർ വെച്ചാണ് നമ്മുടെ കിച്ചൺ ഡിസൈൻ ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് അവരുടെ ഹോം പേജിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഡിസൈൻ ചെയ്തത് കൊണ്ട് അതെങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കിച്ചൺ വോളിൻ്റെ നീളം, വീതി, ഉയരമൊക്കെ നമുക്കിവിടെ കൊടുക്കാം. അപ്പം അതനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ അതേ ഷേപ്പിലും സൈസിലുമുള്ള കിച്ചൺ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങളിപ്പോൾ ഓൾറെഡി കിച്ചൺ ഡിസൈൻ ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് അതിലേക്ക് പോവാം. അപ്പം ഈ കാണുന്നതാണ് ഞങ്ങളുടെ കിച്ചൺ. അപ്പോൾ നമ്മൾ ഷേപ്പും സൈസും ഒക്കെ വെച്ച് ഞങ്ങൾ ചെയ്ത ഡിസൈനിലുള്ള കിച്ചൺ. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം കബോർഡും അതുപോലെ നമ്മൾ നേരത്തെ കണ്ടില്ലേ വൈറ്റ് കളറിലെ സിങ്കും, അതൊക്കെ നമുക്ക് ഈ ഡിസൈനിൽ കാണാനായിട്ട് പറ്റും. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ കോറിഡോറിൽ നിന്ന് നോക്കുമ്പോഴത്തേന് കിച്ചണിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടി. നമ്മുടെ ഷേപ്പും സൈസും ഒക്കെ അനുസരിച്ച് തന്നെ നമുക്ക് കിച്ചൺ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റി. അപ്പം ഇതൊരു നല്ല സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രോയറൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ നമ്മൾ ആ ഡ്രോയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ആ ക്യാബിൻ്റെ അകമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം അതുപോലെ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ടും എല്ലാം സൈസും എല്ലാം കറക്റ്റായിട്ടാണോ വന്നതെന്നൊക്കെ നമുക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും ഈ സോഫ്റ്റ്വെയർ വെച്ച്. കൂടാതെ തന്നെ വേറെ കുറേ ഫർണിച്ചർ ഷോപ്സും ഇതുപോലത്തെ സോഫ്റ്റ്വെയർസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മളിത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ ഡിസൈനുമായിട്ട് IKEA ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അവിടുത്തെ സ്റ്റാഫ് തന്നെ ഈ ഡിസൈൻ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അവരവരുടെ സജഷൻസ് പറയും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തിയിട്ട് അവിടെ തന്നെ നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്ത് മേടിക്കാനായിട്ട് പറ്റും. ഇതുപോലത്തെ നമ്മൾ വാങ്ങിച്ചത് ഇതുപോലത്തെ 4 ബോക്സ് നമ്മൾ മേടിച്ചായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സെറ്റായെല്ലാം. കുഞ്ഞ് സ്പൂണുണ്ട്, ടീസ്പൂണ്, ടേബിൾ സ്പൂണ്, നൈഫ്, ഫോർക്ക് എല്ലാം ഉണ്ട്. ഇത് മൊബൈൽ ഹോൾഡറാണ്. ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുകയാണ്, അപ്പോൾ നമ്മുടെ ഫോണൊക്കെ വെച്ച് നമുക്ക് വീഡിയോ കോൾ ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. 2 സൈഡിലും കട്ടിങ് ഉണ്ട്. ഇതിന് എത്ര രൂപയാണ്? 5 യൂറോയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിന് 3 യൂറോ. പിന്നെ അതേസമയത്ത് ടാബ്ലറ്റിൻ്റെ ആണെങ്കിൽ ഇത് ഇവിടെയുണ്ട്, ടാബ്ലറ്റ് ഹാൾട്ടറുണ്ട്. അപ്പോൾ ഇതിന് 13 യൂറോ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് അത്ര വിലയില്ല, പക്ഷെ ഭയങ്കര നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇവിടെ കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് റൂം സെറ്റ് ചെയ്യണം. ഇതുപോലത്തെ ടോയ്സ് ഒക്കെ IKEAയിലുണ്ട്. ഇതിന് എത്രയാണ്? 10 യൂറോയാന്ന് തോന്നുന്നു. കുടവേറൊക്കെ ഉണ്ട്. ഈ ബൗള് കണ്ടോ, 2 യൂറോയേ ഉള്ളൂ. നമ്മൾ ബിരിയാണി അല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ പാത്രം ഉപയോഗിക്കാം. വലുതാണ്, താനും ഭയങ്കര വിലക്കുറവോ, 2 യൂറോയേ ഉള്ളൂ ഇത്. നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കൂടെ മേടിക്കാം. ഈ പാത്രം കണ്ടോ, നല്ല രസമില്ലേ ഇത്? നമുക്ക് ഈ പഞ്ചസാരയുടെ ക്യൂബൊക്കെ ഇട്ട് വെക്കാനായിട്ട്, ഷുഗർ ക്യൂബ്സ് ഇട്ട് വെക്കാൻ നല്ല. ഇതവർ സീൽ ചെയ്ത് വെച്ചേക്കാം, തുറക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ കുഞ്ഞതും ഉണ്ട്. ഇതിന് എത്ര രൂപയാണ്? ഓക്കെ, 4 യൂറോ. ശരി. ഇതുപോലൊരു ഓർഗനൈസർ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ IKEAന്ന് മേടിച്ചായിരുന്നു. എല്ലാം ഒതുങ്ങി ആ ഒരു വോളിലിരുന്നോളും. അപ്പോൾ നമുക്കിത് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ മേടിച്ചത് എല്ലാം കൂടെ മേടിക്കുമ്പോഴത്തെ ഏകദേശം ഒരു 40 യൂറോസ് 45 യൂറോസിനകത്ത് നിൽക്കും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം. നിങ്ങൾക്കും ഈ സെയിം കാഴ്ചപ്പാടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ കുറേ കടകളിൽ പോയിട്ടുണ്ട് ഈ ചെടികൾ മേടിക്കാനായിട്ട്. IKEAയിലാണ് ഏറ്റവും വില കുറച്ച് ഞാൻ ചെടികൾ കണ്ടിട്ടുള്ളതും. അതുപോലെ മേടിച്ചാൽ ഇങ്ങനെ നിൽക്കുന്ന ചെടികളും അല്ലെ, ചിലതൊക്കെ മേടിക്കുമ്പോൾ പെട്ടെന്ന് ഇതായി പോകത്തില്ലേ, വാടിപ്പോകത്തില്ലേ, കരിഞ്ഞല്ലേ വാടിപ്പോവും. ഇവിടെ പക്ഷെ നമ്മൾ കുറേ ചെടികൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന IKEAന്ന് മേടിച്ചതാണ്. നമുക്കന്ന് ഈ കാപ്പിക്കുരു ചെടി മേടിച്ചാലോ? കാപ്പിയിട്ട് കുടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതെന്ന് വളർന്ന് വലുതായി കാപ്പിക്കുരു ഉണ്ടാവാന്നാണ് പോവാ. ഞാൻ എൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞതാ. ഈ ബീൻസ് പോലെ ഇരിക്കുന്ന ഇതെടുത്ത്. ബീൻസ് ഒന്നും അല്ലത്, എന്നെ ചെടിയാണെന്ന് പോലും അറിയത്തില്ല. എടുത്തോ, ഓഫർ ഉണ്ടല്ലോ. 4 യൂറോ 2 യൂറോ ഒക്കെ കൊടുക്കും. ഇതൊക്കെ എന്ത് ചെടിയാന്ന് പോലും അറിയത്തില്ല. ഓഫർ ഉള്ളത് ഞങ്ങൾ മിസ്സാക്കത്തില്ല. കാണാൻ രസമുണ്ട്. പക്ഷേ നോക്കി തീർന്നു. പക്ഷേ അത് വേണ്ട. അലോവേരയ്ക്ക് 3 യൂറോയേ ഉള്ളൂ. നമ്മളിവിടുന്ന് കുറേ മേടിച്ചിങ്ങനെ ഉണ്ടായി വന്നപ്പോൾ മാറ്റി വെച്ച് ഇപ്പോൾ കുറേ അലോവേര ഉണ്ട് നമ്മുടെ വീട്ടിൽ. സത്യം പറഞ്ഞാൽ അലോവേരയാണ് ഏറ്റവും കൂടുതലല്ലേ? അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് IKEAയിൽ വന്ന് 5 യൂറോയ്ക്ക് എല്ലാം മേടിച്ച് പോവുകയാണ്. ഇവിടെ വരുമ്പോൾ മിനിമം ഒരു 30 അല്ലെങ്കിൽ 40 യൂറോ പോവാറുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അത് 5 യൂറോയിൽ ഒതുങ്ങി. അങ്ങനെ ഞങ്ങളിത് ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേനും മഴയുണ്ട് ഇവിടെ. അപ്പം ഞങ്ങളിനി വീട്ടിൽ പോവുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കണ്ടൻറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗൂഗിൾ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതെല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.